അലർജി എന്ന് പറയുമ്പോൾ വളരെയധികം നോർമലായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ മെക്കാനിസം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അലർജി തന്നെ ഈ രണ്ടാൾക്കാരുണ്ട്. ഇവരെ രണ്ടാളും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അലർജി നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഉള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അലർജി മാറൂല, എഴുതി വെച്ചോളെ അത്രക്കും അലർജി ആയിരിക്കും. നമ്മൾ സിട്രസിന് അടിച്ചാൽ കഴിച്ചാൽ വരെ കുറയാത്ത അലർജി ആയിരിക്കും, അത്രയ്ക്ക് അലർജി ഉണ്ടാവും. എൻ്റെ അടുത്ത് വന്നൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടീനെ കൊണ്ട് വന്നതാണ്. ആ കുട്ടി പൈനാപ്പിൾ കഴിച്ചിട്ട് 2 വർഷമായി. കാരണം പൈനാപ്പിളിനോട് അലർജിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ തണർത്ത് പൊന്തും. പാരസെറ്റമോൾ അലർജിയാണ്. ഒരുപാട് തുമ്മൽ, ആസ്മ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ആ കുട്ടീൻ്റെ കാലിലാണെങ്കിൽ ഫുള്ള് വെള്ളിച്ചയും കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ ചൊറിച്ചിലായിട്ട് ഫുൾ അലർജിയാണ്. 1 മന്ത് ട്രീറ്റ് ചെയ്തപ്പോഴേക്ക് നല്ല രീതിയിൽ മാറി. ആ കുട്ടി മെല്ലെ മെല്ലെ അതിന് വേണ്ട ഈ പൈനാപ്പിളൊക്കെ കഴിക്കൽ തുടങ്ങി എന്നുള്ളതാണ് ആ കുട്ടീൻ്റെ ഉമ്മ പറയുന്നൊരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. സിട്രിസിനൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ബോധം പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെയൊക്കെ കണ്ണിങ്ങനെ പൊണ്ടാതെ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ അവസ്ഥ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അലർജി മാറുന്നില്ലാണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അലർജീനെ കുറിച്ചാണ്. അലർജി തന്നെ ഈ രണ്ടാൾക്കാരുണ്ട്. ഇവരെ രണ്ടാളും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അലർജി നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് റിസൾട്ട് കിട്ടിയ സംഭവമാണ് കേട്ടോ. ഇതിനെ വീട്ടിലിങ്ങനെ പൊറപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അലർജി മാറാണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒഴിവാക്കുമ്പോൾ നല്ല രീതിയിൽ അലർജി കുറയുന്നു. നമുക്ക് മെഡിസിൻ സിട്രിസിനൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ബോധം പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെയൊക്കെ കണ്ണിങ്ങനെ പൊണ്ടാതെ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ അവസ്ഥ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ അലർജി എന്ന് പറഞ്ഞാൽ അത്ര ഒരു വൃത്തികെട്ട അസുഖമാണ്. ഒരു സമാധാനം തരില്ല. വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ മൂക്കുന്ന് ഒഴിച്ചുകൊണ്ട് നിൽക്കും. തുമ്മി 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 ഊപ്പാട് ആൾക്കും. മൂക്കുന്നൊക്കെ ചോര വരുന്ന ആൾക്കാർ. മൂക്കിങ്ങനെ തിരുമ്മി തിരുമ്മി ഇവിടെ ഇങ്ങനെ വര വന്നിട്ടുണ്ടാവും. ചെവി ഇങ്ങനെ ചൊറിയുക, തൊണ്ട ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നടക്കും. എന്നിട്ട് പുരയിലുള്ള ആൾക്കാർ ബാക്കിയുള്ളവർ ചീത്ത പറയുക, എന്താ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെ ഒരു വൃത്തികെട്ട അസുഖം. അതിങ്ങനെ തുമ്മലിൻ്റെ വിഷയം. പിന്നെ ശ്വാസം മുട്ടലാണെങ്കിൽ പറയണ്ട. ഒന്നൊന്ന് ഓടിക്കിതക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ഈ ശ്വാസം മുട്ടൽ തുടങ്ങും. ഒന്ന് നടക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് കയറുമ്പോഴത്തേനും ശ്വാസം മുട്ടുക. ഒരു പൊടിയടിച്ചാൽ ശ്വാസം മുട്ടുക. ചൊറിച്ചിലിൻ്റെ അലർജി ആണെങ്കിൽ അതിങ്ങനെ വേറെ. ഇങ്ങനെ തുടങ്ങി ഒരു വൃത്തികെട്ട അസുഖമാണ് അലർജി എന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ നല്ല റിലീഫ് ഈ ഒരു സാധനത്തിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ കിട്ടാറുണ്ട്. സാധനം മറ്റൊന്നുമല്ല, രണ്ടാണ്. അതിൽ ഒന്നാമത്തെ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും. ഡെർമറ്റോഫഗോയിഡ്സ് എന്നൊക്കെയാണ് പറയുക. ഇത് നമ്മുടെ കിടക്ക, നമ്മുടെ പുതപ്പ്, ബെഡ്ഷീറ്റ്, പിന്നെ അതേപോലെ തലേണൻ്റെ കവറ്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും വസിക്കുന്നത്. നമ്മുടെ ചുറ്റുപറ്റി തന്നെ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ. ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കോശങ്ങൾ. ഇതിനെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഇത് തിന്നിട്ട് വിടുന്ന കാഷ്ടങ്ങളാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. ഈ കാഷ്ടങ്ങളൊക്കെ നമ്മൾ ബെഡിലും ബെഡ്ഷീറ്റിലും പുതപ്പിലൊക്കെ ഉണ്ടാവും. നമ്മൾ രാത്രി ചെന്നിട്ടുണ്ട് കിടക്കും. ഈ സാധനമൊക്കെ ഇത് പൊടി പൊടിയായിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് കയറും. അതാണ് രാവിലെ എണീക്കുമ്പോൾ പെരുന്തുമ്മൽ, ഇതിനോടുള്ള അലർജി. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സാധനത്തിനോട് ഒഴിവാക്കുക. ബെഡ്ഷീറ്റിൽ നിന്നൊക്കെ ഇതിനെ ഒഴിവാക്കുക. എങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചോദ്യം. അതാണ് ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾ ബെഡ്ഷീറ്റ്, തലേണൻ്റെ കവറ്, പുതപ്പ് സാധനങ്ങളൊക്കെ തിരുമ്പണം, അലക്കിയെടുക്കണം. അലക്കുമ്പോൾ തന്നെ അതിൽ 2 പ്രാവശ്യം എന്തെങ്കിലും നിങ്ങൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതിനെ അലക്കിയെടുക്കണം. എന്നാൽ ഇത് ശരിയായിട്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും അലർജി തന്നെ ഉണ്ടാവും അത്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഈ ഡസ്റ്റ് മൈറ്റ് എന്നുള്ള സാധനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ സാധനത്തിന് ഒഴിവാക്കിയാൽ നമുക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, രാവിലെ എണീക്കുമ്പോഴുള്ള ആ ഒരു തുമ്മൽ ഒരുവിധം കുറയ്ക്കാൻ പറ്റും കേട്ടോ. ചില ആളുകൾക്ക് തണുപ്പുകൊണ്ട് തുമ്മൽ വരും. അവരെ ഇത് എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ അധികവും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരാൾ നമുക്ക് പോയി കിട്ടി. ഇനി രണ്ടാമത്തെ ആൾ പൂപ്പൽ, ഫംഗസാണ്. ഈ ഫംഗസ് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാ വീട്ടുകളിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുമ്പോൾ പ്രത്യേകത, ഒരു ചുമരിൻ്റെ, ഇപ്പോൾ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരുണ്ടോ, അതായത് ബാത്റൂമിൻ്റെ ചുമരിൻ്റെ അപ്പുറം ഭാഗം നമ്മളെ റൂമിൻ്റെ അകത്തേക്കാണ് വരിക. റൂമിൻ്റെ അകംഭാഗമാണ് വരിക. അപ്പോൾ ഈ ബാത്റൂമിൽ എത്ര നമ്മൾ ടൈൽ ഒട്ടിച്ചാലും ചെറിയ രീതിയിൽ വെള്ളം ഈ ടൈലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചെന്നിട്ട് ഈ ചുമരിന് ചെറിയ നനവ് കൊടുക്കും. അത് കാരണമായിട്ട് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ പൂപ്പലുകൾ വരാൻ തുടങ്ങും. അതുപോലെ സീലിംഗ് ലീക്കായിട്ട് അവിടെ പൂപ്പൽ. ഈ പൂപ്പലിൻ്റെ പ്രത്യേകത, പൂങ്കൊടി കണ്ടിട്ടുണ്ടോ? പൂവിൻ്റെ പൊടി ഇങ്ങനെ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ്, ഇതേപോലെ നമ്മുടെ ഈ സ്പോറുകൾ റിലീസ് ചെയ്യും ഈ ഫംഗസ്. ഒരുപാട് കുഞ്ഞു 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 പൊടികളാണ്.
ഇത് നമ്മളെ റൂമിൽ മൊത്തം ഉണ്ടാവും. ഈ പൂപ്പലുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു മണം ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക്? അതൊക്കെ ഈ സ്പോർ കാരണമാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഈ ഒരു പൊടി നമ്മളെ ശ്വസിക്കുന്ന സമയത്ത് ഭയങ്കര അലർജിക്കാണ്. ഈ പൂപ്പലുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അലർജി മാറൂല, എഴുതി വെച്ചോളെ, അത്രക്കും അലർജി ആയിരിക്കും. നമ്മൾ സിട്രസിന് അടിച്ചാൽ കഴിച്ചാൽ വരെ കുറയാത്ത അലർജി ആയിരിക്കും. അത്രയും അലർജി ഉണ്ടാവും ഈ സ്പോർ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കുക. വെറുതെ കൊണ്ടുപോയിട്ട് നമ്മൾ അത് ഉരച്ച് വെള്ളം കൊണ്ട് കഴുകിയാൽ അത് ശരിക്കും പോകില്ല. കാരണം ആൾറെഡി വെള്ളം കൊണ്ടാണ് അവിടെ വന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്ലീച്ചിങ് പൗഡർ എടുക്കുക, വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക, അതിലൊരു ശീല കഷ്ണം ഇട്ടതിന് ശേഷം അതെടുത്ത് നന്നായിട്ട് ഈ പൂപ്പൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വിനാഗിരിയിൽ മുക്കിയിട്ട്, അതുകൊണ്ട് വിനാഗിരി ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടായാലും മതി, സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ ഒരു ശീല കഷ്ണം മുക്കിയെടുത്തിട്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. അതിൻ്റെ കൂടെ തന്നെ ശരിക്കും ഉറക്കം റെഡിയാക്കുക, വൈറ്റമിൻ ഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്തിട്ട് അതും കൂടി റെഡിയാക്കി എടുക്കുക, പിന്നെ ഈ മാസ്ക് ഇടുന്നത് ശീലമാക്കി കൊടുക്കുക, അതുപോലെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല റിലീഫ്, ഈ 2 സാധനങ്ങളും ചെയ്യുമ്പോൾ നല്ല റിലീഫ് കിട്ടും കേട്ടോ. പറഞ്ഞു കൊടുക്കത്തോളം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാവർത്തികമൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അലർജി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ അലർജി എന്ന് പറയുമ്പോൾ വളരെയധികം നോർമലായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ മെക്കാനിസം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അലർജിക്ക് ഉണ്ടാവുക എന്താ? ഒന്നെങ്കിൽ തുമ്മൽ, അതല്ലെങ്കിൽ ചുമ, അതല്ലെങ്കിൽ ചൊറിച്ചിൽ. ഇത് 3 ആലോചിച്ച് നോക്കിയേ. നോർമലി ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന സാധനം തന്നെയല്ലേ. തുമ്മും. എപ്പോഴും നമ്മൾ തുമ്മുക? മൂക്കിലേക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ജന്തുക്കളൊക്കെ കയറുമ്പോൾ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് ബോഡീൻ്റെ. നല്ല സ്പീഡിൽ എയറിനങ്ങോട്ട് പാസ് ചെയ്തിട്ട് ആ കയറിയ സാധനത്തിൻ്റെ പുറത്തേക്ക് തള്ളുക. അതിന് വായിലൂടെയാണ് കയറിയെങ്കിൽ നമ്മൾ ചുമക്കും, ചുമച്ചിട്ട് അത് പുറത്തേക്ക് തള്ളുക. ഇനി പുറത്ത് എന്തെങ്കിലും ശരീരത്തിന് കേടായിട്ടുള്ള സാധനങ്ങൾ വന്ന് എക്സ്പോസ്ഡ് ആയാൽ തട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൊറിഞ്ഞിട്ട് അവിടേക്കുള്ള രക്തോട്ടം കൂട്ടുക, അവിടേക്ക് പിന്നെ അവിടുത്തെ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ പോകാനുള്ള അങ്ങനെ ഒരു മെക്കാനിസം. അപ്പോൾ ഈ ഒരു 3 മെക്കാനിസമാണ് സാധാരണ നമുക്ക് അലർജിക്ക് കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് ഓവറാവാണ്. എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് ഈ പൊടിയൊക്കെയാണല്ലോ സാധാരണമായ അലർജി ഉണ്ടാവുക. ഈ പൊടി എന്ന് പറയുന്നത് ശരീരത്തിന് കേടല്ല എന്ന് നമുക്കറിയാം. പക്ഷെ തടി വിചാരിക്കും, തടി തെറ്റിദ്ധരിക്കും, ഇത് എന്തോ വലിയത് ഭയങ്കര സാധനമാണ്, നമ്മൾ ശരീരം നശിപ്പിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന രീതിയിൽ വിചാരിച്ചിട്ട് ഇതിനോട് ഓവറായിട്ടാണ് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു തുള്ളി തരി ഉള്ളിലേക്ക് കയറിയാൽ തുടങ്ങും ബോഡി പൊട്ടിത്തെറിച്ച പോലെയാണ്. പിന്നെ തുമ്മൽ തുടങ്ങിയിട്ട് അതങ്ങോട്ട് പോകോളും തുമ്മിക്കൊണ്ടിരിക്കും. എന്നാലും പോകില്ല, കാരണം അത് അവിടെ പിടിച്ചിട്ടുണ്ടാവും, കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഹിസ്റ്റമിൻ റിലീസൊക്കെ നടന്നിട്ടുണ്ടാവും. അങ്ങനെ തുമ്മ തന്നെ. ഇനി ചൊറിച്ചിലാണെങ്കിൽ ഭയങ്കര ചൊറിഞ്ഞ് നമ്മുടെ കറുപ്പ് നിറം വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സാധനത്തിന് എക്സ്പോഷർ വരാതെ നോക്കിയാൽ മതി. അപ്പോൾ എന്തിനോടാണോ അലർജി അതിനോട് ആ സാധനത്തിനെ ഒഴിവാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പെന്നുണ്ടല്ലോ, ഈ റബ്ബറുള്ള ടൈപ്പ് പെന്നുണ്ട്. ആ പെന്ന് ബദലിന് വേണ്ട ഈ ഫോണിൻ്റെ കവറ്. ഇപ്പോൾ നമ്മൾ പ്രത്യേക ഒരു ദിവസം ഈ ഒരു കവർ മാറ്റി, ഈ കവറിനോട് വല്ല അലർജി വരാം, കാരണം റബ്ബർ ടൈപ്പാണ്. ഈ റബ്ബറിൻ്റെ പുറത്ത് ചില പൊടികളൊക്കെ ഉണ്ടാവും പുതിയതാവുമ്പോൾ. അപ്പോൾ ആ സാധനം പൊടികളൊക്കെ നല്ല അലർജിക്കായിട്ട് മാറാറുണ്ട്. എന്നിട്ട് കയ്യിൻ്റെ ഇതിങ്ങനെ പൊളിഞ്ഞു വരും. അപ്പോൾ എന്താ ഏറ്റവും സിമ്പിളായിട്ട് എന്താ, ഈ സാധനം ഒഴിവാക്കുക, ഈ കവർ മാറ്റുക, എന്നിട്ട് വേറെ കവർ ഇടുക. അപ്പോൾ അത് മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ കാലിന് ചൊറിച്ചിൽ വരുന്ന ആളുകളില്ലേ, കാലിന് ചൊറിച്ചിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും സിമ്പിൾ വഴി ഒന്ന് നോക്കി നോക്കിയേ. എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഞാൻ ഒറ്റൊന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കേസിലുണ്ടായിരുന്നു കാലിൽ ഭയങ്കര വെള്ളിച്ച, ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെ വന്നിട്ട് ഈ പൊടി അടിച്ചിട്ട് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സോക്സും ഷൂവും കുട്ടിക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. 2 ആഴ്ച കുട്ടീൻ്റെ ഫുള്ള് കാല് നല്ല സ്മൂത്തായി, കൈ പോലായി സ്മൂത്ത്. അത്ര റിസൾട്ട് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതാണ് ആ എക്സ്പോഷർ ഒഴിവാക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് അലർജി മാറ്റാനുള്ള വഴി. എൻ്റെ അടുത്ത് വന്നൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടീനെ കൊണ്ട് വന്നതാണ്. ആ കുട്ടി പൈനാപ്പിൾ കഴിച്ചിട്ട് 2 വർഷമായി. കാരണം പൈനാപ്പിളിനോട് അലർജിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ തണർത്ത് പൊന്തും. പാരസെറ്റമോൾ അലർജിയാണ്. ഒരുപാട് തുമ്മൽ, ആസ്മ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ആ കുട്ടീൻ്റെ കാലിലാണെങ്കിൽ ഫുള്ള് വെള്ളിച്ചയും കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ ചൊറിച്ചിലായിട്ട് ഫുൾ അലർജിയാണ്. ആ കുട്ടിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷൂവും സോക്സും ഇടാൻ കൊടുത്തത്. അപ്പോൾ കാലിൻ്റെ അലർജി മാറി. നമ്മൾ മെഡിക്കേഷൻസ് ഒരു 1 മന്ത് ട്രീറ്റ് ചെയ്തപ്പോഴേക്ക് നല്ല രീതിയിൽ മാറി. ആ കുട്ടി മെല്ലെ അതിന് വേണ്ട ഈ പൈനാപ്പിളൊക്കെ കഴിക്കൽ തുടങ്ങി എന്നുള്ളതാണ് ആ കുട്ടീൻ്റെ ഉമ്മ പറയുന്നൊരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊന്ന് കേട്ടോ കേട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോകണ ഇത് വന്നിട്ട് അതുമായിട്ടാണ് ഷിബിലി ഡോക്ടറെ അടുത്ത് എത്തിയത്. ഡോക്ടർ കാര്യങ്ങൾ വിശദമായി
ചോദിച്ച് മനസ്സിലാക്കി. ഇവൾക്ക് ഓൾറെഡി അലർജി പ്രശ്നം ഉള്ളതാണ്. ഏകദേശം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ പല മരുന്നും കാണിച്ചിരുന്നു. ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് മരുന്നും എല്ലാം അതിൽ ഉൾപ്പെടുമായിരുന്നു. ഇത് അസഹ്യമായപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നത്. ഡോക്ടർ ആദ്യം ചെയ്യാൻ പറഞ്ഞത് അലർജി ടെസ്റ്റാണ്. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി. ടെസ്റ്റുമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല പോലെ അലർജി ഉണ്ട്. ഇവൾക്ക് ഒരുവിധം എല്ലാ ഭക്ഷണ സാധനങ്ങളിലും അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്നത് കഴിച്ചാൽ അവൾക്ക് ചൊറിയും, ബീഫ് കഴിച്ചാൽ ചൊറിയും, പൈനാപ്പിൾ കഴിച്ചാൽ. അതിൽ പച്ചക്കറി ഉണ്ട്, ചെമ്മീൻ, തൊണ്ടുള്ള ഇറച്ചികൾ, തൊണ്ടുള്ള മീനുകൾ, എല്ലാ സംഭവങ്ങളും ഇതിൽ പെടുമായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് പറഞ്ഞു. ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് അലർജിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഹൈ ആണ്, ഭയങ്കര ഹൈ ആണ്. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ക്ഷമ കാണിക്കണം, ഇത്തിരി സമയം എടുക്കുമെന്ന്. ഞങ്ങളതിന് തയ്യാറായിരുന്നു. കാരണം പലയിടത്തും പോയി റിട്ടേൺ വന്നതായിരുന്നു. മെഡിസിൻ എടുത്തു തുടങ്ങി. ഏകദേശം 3 മാസമായിപ്പോൾ കഴിച്ചു. അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ കൃത്യമായ ഡോക്ടറെ അടുത്ത് എത്തിപ്പെടുകയും ശരിയായ മെഡിസിൻ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു രോഗത്തിന് ആദ്യം വേണ്ടത്. അപ്പം അതിലേക്ക് അള്ളാഹ് എത്തിച്ചു എന്നുള്ളതിന് അള്ളാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അലർജി മാറുന്നില്ലാണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അലർജിക്ക് ഹോമിയോപ്പതിയാണെന്നാണ് ഞാൻ അനുഭവിച്ചിടത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അലോപ്പതി ആണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് നമുക്ക് സപ്രഷനാണ് വരുന്നത്. ഒരുവിധം നമുക്ക് സപ്രസ് ചെയ്ത് പോവുക. അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിന് അവൈലബിൾ ആണ്. നമുക്ക് അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കാണിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ തന്നെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ കൺസൾട്ടേഷൻ കിട്ടും. അതേപോലെ ഓഫ്ലൈനായിട്ട് ക്ലിനിക്ക് വരുന്നത് പൂക്കോട്ടൂരാണ്, മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. നമുക്കിത് നല്ലൊരു ചികിത്സ, നമുക്കിതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കഴിച്ചിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ഇസ്ലാം ഹെൽത്ത് കെയറിലെ ചീഫ് ഫിസിഷ്യനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.